ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റോൾ ഓഫ് കൗൺസിലേഴ്സ് ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി എന്നുള്ളതാണ്. ജെൻഡർ പാരിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കാണുകയുണ്ടായി ജെൻഡർ പാരിറ്റി ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത്. എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവാം. പാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈക്വാലിറ്റി അല്ലെങ്കിൽ ഫെയർനെസ് ആണ്. അതായത് മെയിൽ ഫീമെയിൽ എന്നുള്ളൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക. അതാണ് ജെൻഡർ പാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഒരു കൗൺസിലർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കൗൺസിലർ ഈസ് എ പേഴ്സൺ ഹു ഈസ് ട്രെയിൻ ടു ഗീവ് ഗൈഡൻസ് ഓൺ പേഴ്സണൽ ഓർ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു റെമഡിയൽ മെഷർ സജസ്റ്റ് ചെയ്ത് അവരെ പ്രോപ്പർലി ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇന്ന് കരിയർ ഗൈഡൻസ് സെൽസ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ സ്കൂളുകളിലൊക്കെ ഇത്തരം കൗൺസിലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ, അഡൽട്സിനൊക്കെ അല്ലേ വളരെ ഇത്തരത്തിലുള്ള ചാലഞ്ചിങ് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരു കുട്ടിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേ അവർക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നും അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് നിന്നും ലഭിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം അവർക്കത് ഷെയർ ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഒരു കൗൺസിലറുടെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഏതൊരു ലെവലിലുള്ള ഒരു കുട്ടിയാണെങ്കിലും, ആ കുട്ടി ഇപ്പോൾ എലമെൻ്ററി സ്കൂളിലായിക്കോട്ടെ, മിഡിൽ സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂളിലുള്ള ഒരു കുട്ടിയായിക്കോട്ടെ, ഏതൊരു ലെവലിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഇത്തരത്തിലൊരു സ്കൂൾ കൗൺസിലറുടെ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. സ്കൂൾ കൗൺസിലേഴ്സ് റോൾ ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. ഫസ്റ്റ് പോയിന്റ്, സ്കൂൾ കൗൺസിലേഴ്സിൻ്റെ പ്രൈമറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ അസിസ്റ്റിംഗ് സ്റ്റുഡൻസ് ഇൻ ഓവർകമ്മിങ് ബാരിയേഴ്സ്, അതായത് ഓരോ കുട്ടിയുടെയും ബാരിയർ എന്താണ്, അവരുടെ പ്രോബ്ലം എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക. ഇൻക്രീസിങ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. നമുക്കറിയാം ഓരോ കുട്ടിക്കും അവരുടേതായ ഇൻബോൺ ആയിട്ടുള്ള സ്കിൽസുകൾ ഉണ്ടാവും, ടാലൻസ് ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്താൻ അവരെ സഹായിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നമ്മളൊരു ബോയ് ഗേൾ എന്നുള്ളൊരു ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് പാടില്ല. ആ കുട്ടിക്ക് എന്തിലാണോ താല്പര്യം അത് അവൻ ഡെവലപ്പ് ചെയ്തോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കണം കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. ടു മേക്കിംഗ് സ്ട്രോങ് കണക്ഷൻസ് വിത്ത് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ സ്കൂൾസ്. സ്കൂളിൽ നിന്നും കിട്ടുന്ന എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അതും ഒരു ജെൻഡർ ഡിഫറൻസ് അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. ടു ഹെൽപ്പ് ദ ചൈൽഡ് ടു ലേൺ ഇൻ എ സേഫ് ഹെൽത്തി എൻവയോൺമെൻറ്റ്. നമുക്കറിയാം ലേണിങ്ങിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. പ്രോപ്പറായിട്ടൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ ലേണിംഗ് ഇന്നെഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ബോയിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗേളിനായിക്കോട്ടെ സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് അവന് ലഭിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യാം. ഇതൊക്കെയാണ് പ്രൈമറി ഡ്യൂട്ടീസ് ആയിട്ട് പറയാവുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്കൂൾ കൗൺസിലേഴ്സ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എ സ്കൂൾ കൗൺസിലിംഗ് പ്രോഗ്രാം പ്രൊമോട്ടിംഗ് ഇക്വിറ്റി ആൻഡ് ആക്സസ് ഫോർ സ്റ്റുഡൻസ്. അതായത് ജെൻഡർ ഈക്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, അതൊരു ടോക്ക് ആവാം, സെമിനാർ ക്ലാസ്സസ് ആവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് സ്കൂൾസിലൊക്കെ കണ്ടക്ട് ചെയ്യുക. അതും സ്കൂൾ കൗൺസിലറുടെ ഒരു ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പോയിന്റ്, സ്കൂൾ കൗൺസിലേഴ്സ് യൂസ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് ടു റിഫ്ലക്റ്റ് ഐഡൻറ്റിറ്റീസ് അക്രോസ് ദ ജെൻഡർ സ്പെക്ട്രം ആൻഡ് ഹാവ് ഈക്വിറ്റബിൾ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഓൾ സ്റ്റുഡൻറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ചില ജോലികൾ സ്ത്രീകൾക്ക് മാത്രം, ചിലത് പുരുഷന്മാർക്ക് മാത്രം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വകതിരിവ് കുട്ടികളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഹാവ് ഈക്വിറ്റബിൾ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ സ്കൂളിലൊരു സ്പോർട്സ് കോമ്പറ്റീഷൻ നടക്കുകയെന്ന് വിചാരിക്കും. ഇപ്പോൾ അതിന് നമ്മൾ ക്രിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെയോ ഒക്കെ പാർട്ടിസിപ്പൻസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മാക്സിമം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബോയ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ആയിരിക്കും. ഇപ്പോൾ 1-2 ഗേൾസിൻ്റെ പേര് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. അതുപോലെ ഇപ്പോൾ ഒരു ഡാൻസ് കോമ്പറ്റീഷനാണ്, ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗേൾസിൻ്റെ പാർട്ടിസിപ്പേഷനാണ് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ജെൻഡർ ഡിഫറൻസ് കൊണ്ടുവരാതിരിക്കുക. അതാണ് പറയുന്നത് ടു ഹാവ് ഈക്വിറ്റബിൾ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്.
School counselors are sensitive to those aspects of interpersonal communication and organization that provide working models of gender equity and equality. അതായത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചില ക്ലാസ്സുകളിൽ കാണാറുണ്ട് ബോയ്സിന് ഒരു ഗ്യാങ്, ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഗ്യാങ്. ചിലപ്പോൾ ഇവർ തമ്മിൽ കണ്ടാൽ തന്നെ മിണ്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു ബോയ് ഗേൾ എന്നുള്ള രീതിയിൽ കാണാതെ രണ്ട് ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ കണ്ട് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ചില മിസ്കൺസെപ്ഷൻസ് ഉണ്ടാകും, ഒരു ബോയും ഗേളും എങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമെന്നുള്ളത്. ആ മിസ്കൺസെപ്ഷൻസ് എല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഒരു സ്കൂൾ കൗൺസിലറിന് സാധിക്കണം. ദേ ഓൾസോ പ്രൊമോട്ട് ജെൻഡർ ഈക്വിറ്റി ത്രൂ ലാർജ് ആൻഡ് സ്മോൾ ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ. അതിപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ലാർജ് ഗ്രൂപ്പിനാവാം, ഹോൾ സ്കൂളിനാവാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ്, ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോ ആയിരിക്കാം. അങ്ങനെയാണ് സ്കൂൾ കൗൺസിലേഴ്സ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, സ്കൂൾ കൗൺസിലേഴ്സ് ആർ വിജിലൻറ്റ് ടു ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് സ്റ്റീരിയോടിപ്പിക്കൽ ജെൻഡർ റോൾ എക്സ്പെക്റ്റേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇത് നമ്മൾ കുറേ ക്ലാസ്സുകളായി ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റാണ്. ഇന്നലെ തന്നെ നമ്മൾ പറയുണ്ടായി, ഇപ്പോൾ നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക ഒരു ഫീമെയിലിൻ്റെ പിക്ചറാണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു മെയിലിൻ്റെ പിക്ചറാണ് നമുക്ക് മനസ്സിലേക്ക് വരിക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഒക്യുപ്പേഷനെ ഒരു ജെൻഡറിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കിക്കാണുന്നത്? കുട്ടികളിലൊക്കെ ആണെങ്കിൽ വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പിക്ചർ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചില ജോലികൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ജോബ്സ് ആണെങ്കിൽ അത് ഫീമെയിൽസിനാണ്, അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ജോലികളാണെങ്കിൽ അത് മെയിൽസിനാണ് എന്നിങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണകൾ കുട്ടികളുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാവും. അതിന് സൊസൈറ്റിയുടെ ഒരു പങ്കും വളരെ വലുതാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ ഒരു സ്കൂൾ കൗൺസിലറിന് സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സ്കൂൾ കൗൺസിലേഴ്സ് പ്രൊആക്റ്റീവ്ലി സീക്ക് ടു കൗണ്ടർ നെഗറ്റീവ് ഓർ ലിമിറ്റിംഗ് മെസ്സേജ്. ഇത് പറയുന്നത് നമ്മുടെ ജെൻഡർ ഈക്വാലിറ്റീനെ കുറിച്ചിട്ട്, അതിനെക്കുറിച്ചൊരു തെറ്റായിട്ടുള്ള ഒരു ബോധം കുട്ടിക്കുണ്ടെങ്കിൽ അത് മാറ്റി ഒരു പോസിറ്റീവായിട്ടൊരു ഔട്ട്ലുക്ക് കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. School counselors emphasize a person's competence and models positive gender equity while assisting students in positive gender identity as a student currently identifies. ഈ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അതായത് ജെൻഡർ ഈക്വിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് നോഷൻ കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. ഈ പോയിൻറ്റ്സൊക്കെ പരസ്പരം ഇൻ്റർ കണക്റ്റഡ് തന്നെയാണെന്ന് പറയാം. അടുത്ത പോയിൻ്റാണ്, സ്കൂൾ കൗൺസിലേഴ്സ് ആർ കമ്മിറ്റഡ് ടു ഈക്വിറ്റി ആൻഡ് സപ്പോർട്ട് കോൺഷ്യസ്നസ് റേസിംഗ് വിത്തിൻ ദെയർ പ്രൊഫഷൻ ഇൻക്ലൂഡിംഗ് മോഡലിംഗ് ഓഫ് ഇൻക്ലൂസീവ് ലാംഗ്വേജ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ടു ബ്രേക്ക് ത്രൂ സ്റ്റീരിയോടിപ്പിക്കൽ ജെൻഡർ ബേസ്ഡ് ബിഹേവിയർ ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. അതായത് ഇവിടെ പറയുന്ന മോഡലിംഗ് ഓഫ് ഇൻക്ലൂസീവ് ലാംഗ്വേജ്, അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സും സെൻറ്റൻസസിലും ഒക്കെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ ഹി, ഷീ എന്നുള്ള രീതിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്യാതെ വി, അവേഴ്സ് അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ടു ബ്രേക്ക് ത്രൂ ദ സ്റ്റീരിയോടിപ്പിക്കൽ ജെൻഡർ ബേസ്ഡ് ബിഹേവിയർ ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. ഇപ്പോൾ നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ ഇപ്പോൾ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഗേൾസിനാണെങ്കിൽ ക്ലീനിങ് വർക്ക്സ് അങ്ങനെയുള്ള ഡ്രോയിങ്ങോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതേപോലെ ബോയ്സിനാണെങ്കിൽ കുറച്ചുകൂടി ഫിസിക്കലി ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലല്ലാതെ ഒരു മിക്സ്ഡ് അപ്പ് ഓഫ് റോൾസ് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അവർ ഏതിലാണോ മിടുക്കരായിട്ടുള്ളത് അത് അവർക്ക് ചെയ്യാനായിട്ട് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഔട്ട്സൈഡ് വേൾഡിൽ ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ ആണെങ്കിൽ കൂടി ബോയ്സിനും ഗേൾസിനും ഒരു പരിധിവരെ ഈക്വൽ പ്രൊവിഷൻസ് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് പറയാം. മാത്രമല്ല ഗേൾസിന് വേണ്ടിയിട്ടും ഒരുപാട് പ്രൊവിഷൻസും എന്താ പറയുക ആനുകൂല്യങ്ങൾ ഗേൾസിന് സ്പെഷ്യലായിട്ട് ഇന്ന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊവിഷൻസിൻ്റെയൊക്കെ മാക്സിമം യൂട്ടിലൈസേഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരു സ്കൂൾ കൗൺസിലറിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വളരെ അധികമാണ്. അടുത്ത പോയിന്റ്, സ്കൂൾ കൗൺസിലേഴ്സ് ആക്റ്റീവ്ലി അഡ്വക്കേറ്റ് ഫോർ ഈക്വിറ്റബിൾ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് that embrace equity in opportunities and access to resources for all students and colleagues. അപ്പോൾ ആദ്യം പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ചിന്തയിൽ നിന്നാണ് ഓരോ പ്രവൃത്തിയും ഉണ്ടാകുന്നത്.
അപ്പോൾ ചില ക്ലാസ്സുകളിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ ഒരു ബോയിനോട് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ അതൊരു ഗേൾ ആണ് എന്നുള്ളത് കൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഫോൾസ് ആയിട്ടുള്ള പ്രാക്ടീസസും ഫോൾസ് ആയിട്ടുള്ള തോട്ട്സും കണ്ടുപിടിച്ച് അവരെ കറക്റ്റ് ചെയ്യേണ്ടത് ഒരു സ്കൂൾ കൗൺസിലറിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഈക്വൽ ആക്സസ് ഓഫ് റിസോഴ്സസ്, ഇപ്പോൾ ലാബ് ആയിക്കോട്ടെ, ലൈബ്രറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേരിയസ് ക്ലബ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അപ്പോൾ ഇതിലെല്ലാം മാക്സിമം ഈക്വൽ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഈക്വൽ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാനായിട്ട് കെയർ എടുക്കുക എന്നുള്ളതാണ് വേറൊരു ദൗത്യം. സോ ഇതൊക്കെയാണ് മെയിൻ റോൾസ് ഓഫ് സ്കൂൾ കൗൺസിലർ ഇൻ റീഇൻഫോഴ്സിങ് ജെൻഡർ പാരിറ്റി. സോ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഓരോ ഇൻഡിവിജ്വൽസ് ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. സോ സൊസൈറ്റിയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഓരോ ഇൻഡിവിജ്വലിലാണ്. ആ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിലൂടെയും ആറ്റിറ്റ്യൂഡിലൂടെയും അതുപോലെ സൊസൈറ്റിയിലോടുള്ള അപ്രോച്ചിലൂടെയും ഒക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. സോ ജെൻഡർ ഡിസ്പാരിറ്റി നമുക്കറിയാം ഇന്ന് സൊസൈറ്റിയിലുണ്ട്. അത് വൈപ്പ് ഔട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ തോട്ട്സിലും ആ ഒരു ഐഡിയ കൊണ്ടുവരണം എന്നുള്ളതാണ്. ജെൻഡർ ഈക്വാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴാണ് അത് സൊസൈറ്റിയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.